നമുക്കിന്ന് കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ കൽമാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലോട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇടിയപ്പത്തിനോ പത്തിരിക്കോ എങ്ങനെയുള്ളതായാലും കുഴപ്പമില്ല. അതിലോട്ടായി അരിപ്പൊടിയുടെ പകുതി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, 1.5 ടീസ്പൂൺ പെരുംജീരകം, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി അരഞ്ഞ് പോകണ്ട, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലിട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ പൊടിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശേഷം ഇതിനായിട്ടൊരു ഫില്ലിങ് ആവശ്യമുണ്ട്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുന്നേ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിനാലാണ് ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഇതിലോട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ കൽമാസാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇത് ക്രഷ് ചെയ്തെടുത്തതല്ല, അത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിച്ചെടുത്തതാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ നല്ലൊരു കടി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ പറ്റങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ചൂടായതിന് ശേഷം ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ബോളാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഈ ഫില്ലിങ് വെച്ചെടുക്കാം. 1 or 2 സ്പൂണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് മടക്കിയതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വിട്ടുപോരാത്ത രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഒട്ടിക്കോളും, പോരൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഉരുട്ടി നമുക്ക് ഈ ഉന്നക്കായൊക്കെ ഉണ്ടാക്കാറില്ല, അതിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലതും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയില കിട്ടുകയാണെങ്കിൽ വാഴയില വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എനിക്ക് വാഴയില കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് ഇതൊന്ന് മൂടി കൊടുത്ത് ഒരു 15 to 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ കൽമാസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സ്പൈസസ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇതേ രീതിക്ക് തന്നെ കൊടുക്കാം. കാരണം നമുക്കിതൊരു സ്പൈസി ആയിട്ടുള്ളൊരു കോട്ടിങ് കൂടി ഇതിന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊരു കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് കുത്തിച്ചതച്ച കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൂടുതൽ കട്ടിയാവാനും പാടില്ല, കൂടുതൽ ലൂസാകാനും പാടില്ല. അപ്പോൾ ആ രീതിക്ക് വേണം ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. അതിനുശേഷം ഇതുപോലെ കോട്ടിങ് ചെയ്ത ഓരോ കൽമാസും നമുക്ക് ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് കൂടുതൽ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം അധികം കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ നമുക്കത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് കിട്ടിയാൽ മതി. ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ ബൈ.